വൈറോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. നമ്മൾ സുവോളജിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഫ്റ്റർ കോഴ്സ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സുകളിൽ ഒന്നാണ് ഈ വൈറോളജി കോഴ്സ്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വൈറസിന്റെ ഘടനയെക്കുറിച്ച്, അതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ച്, അതിന്റെ ഒറിജിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരും. പ്രത്യേകിച്ച് അത് എങ്ങനെയാണ് കോശങ്ങളെ അത് സ്വാധീനിക്കുന്നത്, അതുപോലെ തന്നെ പ്രതിരോധ മരുന്ന് നിർമ്മാണത്തിന് എങ്ങനെ അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും, ഇതെല്ലാമാണ് അതിന്റെ പഠനത്തിൽ വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈറോളജിസ്റ്റ്, എപ്പിഡമിയോളജിസ്റ്റ്, ക്ലിനിക്കൽ വൈറോളജിസ്റ്റ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ തസ്തികകളിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ മൈക്രോബയോളജിയോ ബയോടെക്നോളജിയോ അത്രയെങ്കിലും ഡിഗ്രി ലെവലിൽ പഠിച്ച ഒരു കുട്ടിക്ക് MSc ലെവലിൽ എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോഴ്സുകളിൽ ഒന്നാണ് വൈറോളജി എന്ന് പറയുന്ന കോഴ്സ്. ഈവൻ സുവോളജി ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് MSc ലെവലിൽ എന്ത് ചെയ്യാം, വൈറോളജി കോഴ്സുകളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ MBBS കഴിഞ്ഞ ആളുകൾക്കോ അതല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി BDS ഒക്കെ കഴിഞ്ഞ ആളുകൾക്കും ഈ മേഖലയിലേക്ക് പോകുന്നതാണ്. പക്ഷെ അവരങ്ങനെ ആഫ്റ്റർ കോഴ്സുകൾക്ക് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അവർ ഡോക്ടറേറ്റിന് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കൊണ്ട് സയൻസ് സബ്ജക്റ്റുകൾ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PG ലെവലിൽ എടുക്കുന്ന കുട്ടികൾക്ക് ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന, പ്രത്യേകിച്ച് വലിയ ലാബുകളിലോ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട്, മരുന്ന് നിർമ്മാണ ഫാക്ടറിയുമായി ബന്ധപ്പെട്ടിട്ട്, അതിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ തന്നെ പ്രതിരോധ മരുന്നുകൾ, വാക്സിനുകൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ തന്നെ ഒരുപാട് സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ മെഡിക്കലിലാവാം, ഇനി അതല്ലെങ്കിൽ വെറ്റിനറി മേഖലകളിലാവാം, അതല്ലെങ്കിൽ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലാവാം. ഇവിടെയൊക്കെ തന്നെ വൈറോളജിയുടെ സാധ്യതകൾ അനവധിയാണ്. അതുകൊണ്ട് സയൻസ് കഴിഞ്ഞ, പ്രത്യേകിച്ച് ബയോളജിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള ആഫ്റ്റർ കോഴ്സിൽ ഈ വൈറോളജി കോഴ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും.